ഹായ് ഹലോ ഗൈസ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഒരു കുട്ടിക്കാലം തൊട്ടേ ഉള്ള ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പോവാണ്. എന്താണെന്നല്ലേ, ഒരു ട്രീ ഹൗസിൽ താമസിക്കണം എന്നുള്ളൊരു സ്വപ്നം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ട്രീ ഹൗസിലാണ് താമസിക്കാൻ പോകുന്നത്. അതും ഒരു അടിപൊളി മൗണ്ടൻ വ്യൂ ഒക്കെ ഉള്ള ഈ ട്രീ ഹൗസിൽ. അപ്പോൾ ഈ ട്രീ ഹൗസ് പക്ഷേ കസോളിലാണ്. നിങ്ങൾ നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, നമ്മളൊപ്പം നാദൻ വില്ലേജിൽ ഒരു അടിപൊളി Airbnb താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങാം അല്ലേ. പക്ഷെ അതിനു മുമ്പ് ഞങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പരിചയപ്പെടണ്ടേ. ഞാൻ മായി, ഈ വ്ളോഗിലെ മറ്റാളുകൾ എൻ്റെ ഹസ്ബൻഡ് സുബിൻ, മോള് ജാനകി. വെൽക്കം ടു ഇനി എങ്ങോട്ടാ. നിങ്ങൾ നമ്മുടെ ഹിമാചൽ ട്രിപ്പിലെ പാർട്ട് 1 ആയ ഷിംല വ്ളോഗും നാഥൻ വില്ലേജും ഒക്കെ കണ്ടിട്ട് ഇതിലോട്ട് വരണേ. ജാനുമി അവിടെ നിന്ന് ഇറക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പരിപാടിയായിരുന്നു. അവൾക്ക് അവിടെ നിന്ന് വരാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, പോയല്ലേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ആപ്പിൾ ട്രീസും വേറെ പല ട്രീസും കുണ്ടും കുഴിയും എല്ലാം നിറഞ്ഞ ഈ റോഡിലൂടെ നമ്മൾ തിരിച്ച് കയറുകയാണ്. ഈ ഡ്രൈവ് ഓട്ടോ എൻട്രൻഡറിൽ പക്ക ഓഫ് റോഡ്. വാ ക്യാ ബാത്. കല്ലും മുള്ളും കാലിക്ക് മെത്തൈ സാമിയെ അയ്യപ്പോ എന്ന് പറഞ്ഞ് പോകുന്ന റൈഡ് പോലെ ഉണ്ടല്ലേ. വണ്ടിക്കൊന്നും മറ്റേ. അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ Airbnb-ലോട്ടുള്ള വഴി കുറച്ച് ഡിഫിക്കൽട്ട് ടെറൈൻ ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ് കേട്ടോ. ഒരു പ്രായം കഴിഞ്ഞാൽ മേ ബി നമുക്ക് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല. ചില സ്ഥലങ്ങൾ നമുക്ക് ആക്സസിബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് ഇറങ്ങുന്ന ആ ഏണി പോലത്തെ പടിയൊക്കെ കുറച്ചുകൂടെ പ്രായം ആയവർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ പാടായിരിക്കും. അപ്പോൾ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം പറ്റുന്നില്ല. എത്ര സ്ഥലങ്ങൾ കാണാൻ പറ്റുമോ അത്ര സ്ഥലങ്ങൾ കണ്ടു തീർക്കുക അല്ലേ. അതാണ് ഞങ്ങളുടെ ഒരു അജണ്ട. നമുക്ക് കണ്ടറിയാം എന്തൊക്കെ നടക്കുമെന്ന്. ഞങ്ങൾ പോയ എല്ലാ സ്ഥലത്തു നിന്നും ഒരു സുവനിയർ വെച്ചെങ്കിലും സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് എടുത്തതാണ് ഈ പൈൻ കോൺ. ഗോവയിലെ പെബിൾ ബീച്ചിൽ ഞങ്ങളൊരു പെബിൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ പലയിടത്തു നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വാങ്ങിച്ചതും എടുത്തതും ഒക്കെ ആയിട്ട് കുറേ സുവനിയേഴ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഭംഗി സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ പിന്നെ വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കി കുറച്ച് നേരം അതിൻ്റെ ഇടയിൽ നിന്ന് ആ കാം ആൻഡ് ക്വയറ്റൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ദേ മല ഇറങ്ങുകയാണ്. ഓവർ ടു കസോൾ, നമ്മൾ ട്രീ ഹൗസിലേക്ക് വെച്ച് പിടിക്കുകയാണ്. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ത്രൂ ഔട്ട് ഞങ്ങളുടെ മൈൻഡിൽ ഒറ്റ പാട്ടായിരുന്നെന്ന്. ദേ അത് പിന്നെയും കേട്ടോളൂ. മനാലിയിൽ എത്തുമ്പോൾ മഞ്ഞ് കാണും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ദേ ആ കാണുന്നത്. ദേ ഈ കാണുന്നതാണ് പാർവതി റിവർ കേട്ടോ. നമ്മൾ തീർത്ഥൻ വാലിയിൽ നിന്ന് പാർവതി വാലിയിലോട്ട് വന്നിരിക്കുകയാണ്. അവിടെയാണ് കസോൾ. അപ്പോൾ പാർവതി റിവറിൻ്റെ തൊട്ട് സൈഡിലൊരു പാർവതി കഫേ കണ്ട് ഞങ്ങൾ അവിടെ കയറി ഒരു മാഗിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ പാർവതി റിവർ ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ആലോചിച്ചത്, എന്തുകൊണ്ട് നടന്ന് അങ്ങോട്ട് പോയിക്കൂടാ. മാഗി റെഡിയാവുന്ന സമയം വെറുതെ ബോറടിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. ഇനി ഈ പുഴയുടെ ശബ്ദം നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഈ വ്ളോഗ് കേൾക്കാം. എന്ത് രസമല്ലേ. കഫേ ഒരു കുട്ടി കഫേ ആയിരുന്നേ, പക്ഷെ വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇതേ ഞങ്ങളുടെ മാഗി മസാല ചായ എത്തി.
ഈ മലനിരകൾക്കിടയിൽ മാഗി കഴിക്കുക എന്താണെന്നറിയില്ല, എല്ലാവരും പറയുന്ന പോലെ ഒരു പ്രത്യേക ഫീലായിരുന്നു. ഇനി ഞങ്ങൾ സ്നോയിൽ കഴിക്കുന്നുണ്ട്, അത് വേറെ ലെവൽ ഫീലായിരുന്നു. അതായത് ഞാൻ ഈ ATM-ൽ പോയി. ഈ ATM ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ പോയപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് എന്നിട്ട് ഇവിടെ ATM-ന് എന്തോ പ്രശ്നമുണ്ട്, ബാക്കിലൊരു വേറെ കാനറ ബാങ്കിൻ്റെ ATM ഉണ്ടെന്ന്. ഞാൻ കാനറ ബാങ്കും തപ്പി അവിടെ പോയപ്പോൾ കാനറ ബാങ്കിൻ്റെ ATM കണ്ടില്ല, പക്ഷെ കങ്കറ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ATM കണ്ടു. അതിൽ കയറിയപ്പോൾ ഞാൻ ഇൻവാലിഡ് ഇഷ്യൂറാണ് പോലും എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല, കാശ് കിട്ടിയില്ല. ചേട്ടനും പോയി പൊട്ടനും പോയി ബോട്ടും കിട്ടി. അതെ. അപ്പോൾ ഉച്ച സമയമായിട്ടുണ്ടായിരുന്നേ. തൽക്കാല ശാന്തിക്ക് മാഗി കഴിച്ചെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓഫ് ലിമിറ്റ്സ് കഫേ എന്ന് പറഞ്ഞ് പാർവതി റിവറിൻ്റെ തന്നെ സൈഡിലുള്ള ഒരു കഫേ ഉണ്ട്, നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് ആദ്യം അവിടെ പോയി ഫുഡ് കഴിക്കാം, എന്നിട്ട് ട്രീ ഹൗസിൽ ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞ് ആദ്യം നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊരു ഹെംപ് കഫേ ആയിരുന്നു കേട്ടോ. ഹിമാചൽ പ്രദേശിൽ ഹെംപ് ലീഗലാണ്. അപ്പം അവിടെ കുറേ ഹെംപ് കഫേസ് ഉണ്ട്. അതായത് അവിടെ ഡിഷിൽ തന്നെ ഹെംപ്പൊക്കെ ഇൻക്ലൂഡ് ചെയ്തതും പിന്നെ അവിടെ ഹെംപ് സ്മോക്ക് ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ള കഫേസാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജാനുമിയായിട്ട് പോയപ്പോൾ ആദ്യം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, കയറണോ വേണ്ടേന്നൊക്കെ. പക്ഷെ അവർ നമുക്ക് ഒരു കോർണറിലൊരു സ്ഥലം നമ്മൾ മാത്രമായിട്ട് സെക്ലൂഡഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് ടേബിൾ അറേഞ്ച് ചെയ്ത് തന്നു. അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വൈ നോട്ട്, നല്ലൊരു കഫേ, നല്ല വ്യൂ ഉള്ള കഫേ. അങ്ങനെ ഞങ്ങൾ ഇതിൽ നിന്ന് ഈ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ മാറി ഒരു മൂലയിൽ പോയിരുന്നു. ആൻഡ് ഹെംപ്പൊന്നും ഇല്ലാത്ത ഡിഷസും അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ജാനുമിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെയാണ് പ്രിഫർ ചെയ്തത്. അവൾ എന്തായാലും സൂപ്പർ ഹാപ്പി ആയിരുന്നു കേട്ടോ. സ്ഥലമൊക്കെ അങ്ങ് ഇഷ്ടമായി ആളിന്. ഇവിടെ ആകെ ഒരു പ്രശ്നം ഈ കയറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജാനുമയെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ടിയിരുന്നു. ജാനുമി അങ്ങനെ ഇല്ലാത്ത ക്രോക്കഡൈലിനെയൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ദൂരെ ഒരു ബ്രിഡ്ജ് കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്സ് എടുത്ത് നോക്കിയപ്പം ഈ റിവറിൽ ഒരുപാട് ഇങ്ങനെ പാലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതിൻ്റെങ്കിലും നടുക്ക് നിന്നാൽ നല്ല ഭംഗിയായിരിക്കില്ലേ. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. അങ്ങനെ ആ ബ്രിഡ്ജിലെത്തിയപ്പോൾ ബ്രിഡ്ജിൽ കാറ്റ് കാരണം ഞങ്ങൾ പറന്നു പോകുമെന്നുള്ള അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് കാറ്റായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂവും അടിപൊളിയായിരുന്നു. അവിടെ കാറ്റൊക്കെ അടിച്ചിട്ട് ആ ഫീലും അടിപൊളിയായിരുന്നു. ആ ബ്രിഡ്ജൊക്കെ ചെറുതായിട്ട് കുലുങ്ങുന്ന ടൈപ്പ് ഓഫ് ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എന്തുപറ്റി? ജാനുമി അച്ഛനെ അടിച്ചു. ജാനുമി അച്ഛനെ അടിച്ചോ? ഷോരി വരെ പൂപ്പ. ജാനുമി ഷോരി വരേടാ. ജാമ ഷോരി വരേടാ. ആ ഒരു ഉമ്മ എടുക്കോ.
അങ്ങനെ പിണക്കമൊക്കെ മാറ്റി അച്ഛനും മോളും ദേ ചാടിത്തുള്ളി തിരിച്ചു പോകുന്നുണ്ട്. ജാനും ഏതോ മാമന്മാർക്ക് കൈയൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ മാമ മൈൻഡ് ചെയ്തില്ല, ചമ്മിപ്പോയി. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ട്രീ ഹൗസിൽ എത്തിയിരിക്കുകയാണ്. അത് ഈ കാണുന്ന പടിയൊക്കെ കയറി വേണം അങ്ങ് മുകളിൽ പോകാൻ. ബട്ട് ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ്. എന്തോ ഞാൻ ആദ്യമായിട്ടൊരു ട്രീ ഹൗസിൽ താമസിക്കുന്ന എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയൊരു സ്പേസ് ആയിരുന്നു, പക്ഷേ നല്ല രസമായിരുന്നു. ഒരു ചെറിയൊരു കിച്ചണറ്റ് സ്പേസും ഒക്കെ ഉണ്ട്. ഭയങ്കര അങ്ങ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്നല്ല, പക്ഷേ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ തിളപ്പിക്കാനും ചെറിയ സ്നാക്സൊക്കെ കഴിക്കാനും ഒക്കെ പറ്റുന്ന പോലത്തെ ഒരു കിച്ചൺ സ്പേസ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ സിങ്കൊക്കെ ആയിട്ട്. അവിടുത്തെ മെയിൻ ഒരു പ്ലസ് എന്ന് പറയുന്നത് അവിടുത്തെ ബാൽക്കണിയും അതിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു. പിന്നെ ഈ മങ്കി കണ്ടോ? ഞാനും ഈ മങ്കിയുമായിട്ട് കളിയായിരുന്നേ. ഇതാണ് അവിടുത്തെ ഒരു ക്യൂട്ട് ലിറ്റിൽ ബാത്റൂം. ചെറിയൊരു സ്പേസാണ് ഇത്. കണ്ടോ, ഒരു ടൈലാണ്, പക്ഷെ വുഡൻ ലോക്സ് വെച്ചതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലൊരു ടൈലൊക്കെ വെച്ച് ക്യൂട്ടായിരുന്നു. പിന്നെ അതെ, നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ പോലും വ്യൂ മിസ്സാവണ്ടെന്ന് വിചാരിച്ച് ഒരു വിൻഡോ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പുറത്തോട്ട് കാണാൻ. അങ്ങനെ ഒരു ക്യൂട്ട് ലിറ്റിൽ സെറ്റപ്പായിരുന്നു. പാപ്പ ഇപ്പൊ നമ്മളെ കഴിച്ചല്ലേ ഉള്ളൂ. പിസ്സ ജ്യൂസ് ഇപ്പോൾ കുടിച്ചല്ലേ ഉള്ളൂ. ബ്ലാക്ക് കോഫി. അങ്ങനെ അവിടെ നിന്ന് തന്നെ ചായയും സ്നാക്സും ഒക്കെ ഓർഡർ ചെയ്ത് നമ്മളൊരു സൺസെറ്റ് ടൈം ആ ബാൽക്കണിയിൽ വ്യൂ ഒക്കെ കണ്ട് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടുത്തെ കസോൾ ഫ്ലീ മാർക്കറ്റ് അഥവാ ഹിപ്പി മാർക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന മാർക്കറ്റിലേക്ക് പോയി. ഈ സൈഡ് കുറച്ച് പേടിയുണ്ട്. എടുത്താ ഇവിടെ ഈ ഹെമ്പ് വെച്ചുണ്ടാക്കിയ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഹെമ്പിൻ്റെ ബാഗ്, ജാക്കറ്റ്സ്. നിങ്ങളവിടെ പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെക്കൗട്ട് ചെയ്യണം. ഇതാ ബാക്കി കിടക്കുന്ന പട്ടിയൊക്കെ കണ്ടോ? ഇവിടുത്തെ പട്ടിയൊക്കെ ഭയങ്കര ഫറായിരുന്നു. ഇവിടെ വിൻ്ററും സ്നോയും ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട്. ഏതായാലും ഞങ്ങൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഞങ്ങൾക്കും ഒക്കെ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. കഴിക്കാം. ഒരു അപ്പവും ഇടിയപ്പവും ആയാലും. അപ്പവും ഇടിയപ്പവും കുറുമക്കറിയാണെങ്കിൽ കേരള വാലി സൗത്ത് ഇന്ത്യൻ ക്വിസിൻ കസോൾ. ഞാൻ ആ പറയുന്നത് കേട്ട അവരുടെ ആഡാണെന്ന് തോന്നുമെങ്കിലും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങളിങ്ങനെ കാറിൽ തിരിച്ചു പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ബൈ ചാൻസ് കണ്ടൊരു സ്ഥലമാണ് കേരള ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ യാത്ര ചെയ്ത് നാട്ടിലെ ഫുഡ് മിസ്സും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി ഓർഡർ ചെയ്തു. ഒരു കേരള മെനു ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക്. അപ്പം കടലക്കറി ആണ് ഫസ്റ്റ് ഡിഷ്. അപ്പവും കടലക്കറി സൂപ്പർ. അപ്പം കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിയപ്പവും കുറുമയും എത്തി. പിന്നെ ഞങ്ങൾ വടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും വന്നു. ആക്ച്വലി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. കസോളിൽ ഇങ്ങനെ ഇത്രയും നല്ല കേരള ഫുഡൊന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സൗത്ത് ഇന്ത്യൻ ഫുഡ് നല്ലതായിരുന്നു. അപ്പോൾ അവിടെ കയറിയോണ്ട് നമ്മുടെ നാട്ടിലത്തെ ഫുഡ് മിസ്സിങ് അങ്ങ് മാറിക്കിട്ടി. സത്യമായിട്ടും കൈ കഴിച്ചിട്ടാണ് കൊച്ചിനെ പിടിക്കാൻ പറ്റണില്ല. ഇപ്പം ഭയങ്കര കഴപ്പ്. നല്ല കഴപ്പ്. ഞാൻ നാട്ടിൽ പോയിട്ട് ജിമ്മിൽ പോകാൻ പോകുന്നു. ജിമ്മിൽ ചേരാം. നീ ജിമ്മിൽ ചേരും, നീ ഡ്രൈവിംഗ് പഠിക്കും. കൊച്ചിനെ ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കുന്നതിൻ്റെ ഓരോരോ പിറുപിറുപ്പലുകൾ. എന്തായാലും സത്യം കേട്ടോ, ഉണ്ണിമ തന്നെയാണ് ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കുന്നത്. എൻ്റെ എനർജി സ്റ്റാമിനയൊന്നും വെച്ച് എനിക്ക് പറ്റാറില്ല. അപ്പം താങ്ക് യു ഉണ്ണിമ. എന്തായാലും ഞങ്ങൾ പോയി ട്രീ ഹൗസിൽ കിടന്നു ഉറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ അത് കാണണ്ടേ? ഹോപ്പ് യു ലൈക്ക് ദിസ് വൺ. സീ യു ഓൺ അവർ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.